LDF കോൺഗ്രസ് അവിശുദ്ധ സഖ്യത്തിന് തിരിച്ചടി. തിരുവനന്തപുരം കാരോട് പഞ്ചായത്തിൽ പ്രസിഡന്റ് അടക്കം 5 അംഗങ്ങളെ അയോഗ്യരാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ജയിച്ച 5 അംഗങ്ങൾക്കെതിരെയാണ് നടപടി. BJP അംഗം നൽകിയ പരാതിയിലാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടിയുണ്ടായത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിക്കുകയും LDFുമായി ചേർന്ന് ഭരണത്തിലെത്തുകയും ചെയ്ത അംഗങ്ങളെയാണ് അയോഗ്യരാക്കിയത്. കാരോട് പഞ്ചായത്ത് പ്രസിഡന്റ് CA ജോസ്, വൈസ് പ്രസിഡന്റ് സൂസിമോൾ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എഡ്വിൻ സാം, മെമ്പർമാരായ ജാസ്മിൻ പ്രഭ, ഏഞ്ചൽ കുമാരി എന്നിവരെയാണ് അയോഗ്യരാക്കിയത്. BJP പഞ്ചായത്ത് അംഗം കാന്തല്ലൂർ സജിയുടെ പരാതിയിലാണ് നടപടി. കാരോട് ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് ടിക്കറ്റിൽ 10 പേര് വിജയിച്ചിരുന്നു. അന്നുണ്ടായിരുന്ന ഭരണസമിതിയെ അട്ടിമറിക്കുന്നതിനും സ്വന്തമായി അധികാരം നേടുന്നതിനുള്ള അധികാര കൊതി കൊണ്ട് 5 കോൺഗ്രസ്സുകാർ സ്വന്തം പാർട്ടി ഉപേക്ഷിച്ചിട്ട്, ജനങ്ങൾ തിരഞ്ഞെടുത്ത പാർട്ടിയെ ഉപേക്ഷിച്ചിട്ട് ഇടതുപക്ഷവുമായി ചേർന്ന് ഭരണം പിടിക്കുകയുണ്ടായി. അതിനെതിരെയാണ് ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിനായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് BJPയുടെ പഞ്ചായത്ത് കമ്മിറ്റി അംഗമെന്നുള്ള നിലയിൽ ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച 5 പേരും പിന്നീട് ഇടതുമുന്നണിയുമായി ചേർന്ന് ഭരണത്തിലെത്തുകയായിരുന്നു. 2023 ഇവർ LDF സഖ്യത്തിൽ അധികാരത്തിലെത്തിയത്. കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗവും വിമത വിഭാഗവും തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വവും വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല. ജനാധിപത്യ സംരക്ഷണത്തിനായുള്ള BJP ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പഞ്ചായത്ത് അംഗം പരാതി നൽകിയത്. ജനം, തിരുവനന്തപുരം.